ജീവിക്കാൻ ആഗ്രഹമുള്ള, മരണത്തെ പേടിയുള്ള ഏതൊരു മനുഷ്യനും കേട്ടാൽ അറിയാതൊന്ന് നെഞ്ചിടിച്ചു പോകുന്ന, കേട്ടാൽ ഭയക്കുന്ന ഒരു വാക്കാണ് ക്യാൻസർ അല്ലേ? പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിലോ ഏതോ ഒരു നാട്ടിലെ ഏതോ ഒരാൾക്കെന്നൊക്കെ ഉണ്ടാകുക. എന്നാൽ ഇന്നാണെങ്കിലോ നമ്മുടെ അയൽവക്കത്തും നമ്മളെ അടുത്ത കുടുംബങ്ങളിലും വരെ എത്തി ക്യാൻസർ. കേരളത്തിലെ തന്നെ സർക്കാർ ആശുപത്രികളിലെ രജിസ്റ്റർ ചെയ്ത ക്യാൻസറിന്റെ കണക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 1,50,000-ൽ കൂടുതൽ കേസുകളുണ്ട്. അത് സർക്കാർ ആശുപത്രികളിൽ മാത്രം കണക്കാണേ. ഇതല്ലാതെ പ്രൈവറ്റ് ആശുപത്രികളിൽ വേറെയും ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ എത്രത്തോളം വേരിറക്കി കഴിഞ്ഞു എന്നുള്ളത് ഇതിൽ നിന്ന് മാത്രം നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ഇങ്ങനെയും പേടിക്കുന്ന ഒരു അസുഖത്തിന് റഷ്യയിൽ വാക്സിൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലും വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യമില്ലേ അല്ലേ? എന്നാൽ ഈ വാക്സിൻ നമ്മൾ സാധാരണ കേൾക്കുന്ന പോലത്തെ ഒരു വാക്സിൻ ആണോ? ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത് ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് അറിയാം. നമ്മളൊരു സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ കോശങ്ങൾ എന്താ സംഭവിക്കുന്നത്? വളരുകയും ഡിവൈഡ് ചെയ്യുകയും അതിനൊരു പർട്ടിക്കുലർ ടൈം ആകുന്ന സമയത്ത് അത് സെൽ ഡെത്ത് വഴി നശിച്ചു പോവുകയും ചെയ്യും. ഇതെല്ലാം ഒരു നിയന്ത്രിതമായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് പ്രോഗ്രാം ചെയ്ത്, ഓൾറെഡി എല്ലാ മനുഷ്യരിലും പ്രോഗ്രാം ചെയ്ത പോലെയാണ് നടക്കുന്നത്. എന്നാൽ ക്യാൻസർ ബാധിച്ച ഒരാളുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വളരുകയും ശരീരത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലോട്ടും രക്തം വഴിയും ലിംഫാറ്റിക് സിസ്റ്റം വഴിയും പരക്കുകയും ട്യൂമർ ഫോം ചെയ്യുകയും അത് കാരണം കൊണ്ട് തന്നെ ശരീരത്തിന്റെ സാധാരണഗതിയിലുള്ള ഫംഗ്ഷനെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഈ ക്യാൻസറിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കോശങ്ങളെ പാടെ നമ്മൾ സർജിക്കലി റിമൂവ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കീമോതെറാപ്പി എന്ന് പറയും, നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാകും. അത് മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള കോശങ്ങളെ നശിപ്പിക്കാൻ പ്രാപ്തമായിട്ടുള്ള മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി കൂട്ടുന്ന തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ്, പിന്നെ റേഡിയേഷൻ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള കോശങ്ങളെ നമ്മൾ നശിപ്പിക്കുന്ന തരത്തിൽ റേഡിയോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെയാണുള്ളത്. അപ്പോൾ ഇതിലേക്കാണ് പുതിയൊരു വാക്സിനുമായിട്ട് റഷ്യ വരുന്നത്. റഷ്യയിൽ വാക്സിൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നതിൽ നല്ലത് കണ്ടുപിടിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. കാരണം ഇപ്പോഴും പ്രീ ക്ലിനിക്കൽ ട്രയലിലാണ് സക്സീഡ് ആയി എന്ന് പറയുന്നത്. പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താ? ലാബിലും മൃഗങ്ങളിലും ഒക്കെ പരീക്ഷിച്ചിട്ട് അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. ഇനിയുള്ളത് മനുഷ്യന്മാരിൽ പരീക്ഷിക്കാനുണ്ട്, ക്ലിനിക്കൽ ട്രയൽ നടത്താനുണ്ട്. അതും കൂടെ സക്സസ് ആണെങ്കിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ റഷ്യയിലും പിന്നീട് നമ്മുടെ ലോകത്തിന്റെ പല ഭാഗത്തോട്ടും ഈ വാക്സിനുകൾ കിട്ടും. ഇനി വാക്സിൻ എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഒരു ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ രോഗം വരില്ല അല്ലേ? ഇപ്പൊ ക്യാൻസറിന്റെ കേസിലാണെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? ആ വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്യാൻസർ വരില്ല. അങ്ങനെ ആയിരിക്കും നമ്മളൊക്കെ മനസ്സിൽ വാക്സിനെ പറ്റി ഓടുന്നത്. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ ഈ പറഞ്ഞ വാക്സിൻ എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് വാക്സിനുകളാണ്. അതായത് ആ വാക്സിൻ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനുകൾക്ക് പ്രിവെന്റീവ് വാക്സിനുകൾ എന്ന് പറയാം. എന്നാൽ ഈ ക്യാൻസറിന്റെ കേസിൽ ഇപ്പോൾ ഇവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന വാക്സിൻ ഒരിക്കലും പ്രിവെന്റീവ് വാക്സിൻ അല്ല. ഇതിനെ നമ്മൾ തെറാപ്യൂട്ടിക് വാക്സിനുകൾ എന്നാണ് പറയാം. അതായത് നമ്മുടെ ശരീരത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും, അതായത് ഒരു കോശം എന്തെങ്കിലും തരത്തിൽ രൂപം മാറി എന്തൊരു അണുക്കൾ വരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിന്റെ തന്നെ പ്രതിരോധശേഷി ഇതിനെ പോയിട്ട് നശിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ തോന്നും ക്യാൻസർ കോശങ്ങൾ ഇത്തരത്തിൽ വരുമ്പോൾ എന്തുകൊണ്ട് ശരീരം നശിപ്പിക്കുന്നില്ല എന്നുള്ളത്. അഥവാ ക്യാൻസർ കോശങ്ങൾ എങ്ങനെയാണ് ഇത് വരുന്നത്? ക്യാൻസർ കോശങ്ങൾ പറഞ്ഞാൽ രൂപം മാറി ആൾമാറാട്ടം നടത്തി, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഓന്തിനെ പോലെ നിറം മാറി നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ പോലെ മിമിക് ചെയ്തിട്ട് അതുപോലെ നിന്നിട്ടാണ് നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ഇത് പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷിക്ക് ഇത് മനസ്സിലാകുന്നില്ല ഇത് ക്യാൻസർ കോശങ്ങളാണെന്ന്. അപ്പൊ ഇത് വല്ലാതെ വളർന്ന് നമ്മുടെ തന്നെ പ്രതിരോധശേഷിയെ അത് ബാധിക്കുമ്പോഴാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ തെറാപ്യൂട്ടിക് വാക്സിനുകൾ എന്ന് പറഞ്ഞു. ഈ വാക്സിനുകൾ എന്താണ് ചെയ്യുന്നത്? ഓരോ മനുഷ്യന്മാരിലും ക്യാൻസർ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നമ്മൾക്ക് അറിയാവുന്നതും അറിയുന്നതുമായിട്ട് 100 കണക്കിന് ക്യാൻസറുകളുണ്ട്. അപ്പോൾ ഒരേ ക്യാൻസർ തന്നെ 2 മനുഷ്യന്മാരെ ബാധിക്കുമ്പോൾ 2 മനുഷ്യന്മാരിലും അവരുണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഇതിനെ ഓരോ ക്യാൻസർ കോശങ്ങളെയും മനസ്സിലാക്കാനും പറ്റണില്ല. അപ്പോൾ ഈ വാക്സിൻ നമ്മുടെ ശരീരത്തിൽ എന്താണ് ഉണ്ടാക്കുന്നത്? ഞാൻ പറഞ്ഞു, ഓരോ മനുഷ്യന്മാരുടെയും ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ പലതരത്തിൽ രൂപം മാറി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ മനുഷ്യന്മാരുടെയും, അതായത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വാക്സിനുകൾ ഉണ്ടാക്കും. അഥവാ ഓരോ മനുഷ്യന്മാരുടെയും ശരീരത്തിൽ ട്യൂമർ ബാധിച്ച അഥവാ ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് ഡയഗ്നോസ് ചെയ്ത ആളുകളുടെ ക്യാൻസർ ടിഷ്യൂസ് എടുക്കും. അഥവാ ക്യാൻസർ കോശങ്ങൾ എടുത്തിട്ട് അതിൻ്റെ ജനറ്റിക് പ്രൊഫൈൽ കറക്റ്റ് പഠിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി. പണ്ടത്തേനെക്കാട്ടിലും ഇക്കാലത്ത് അത് കുറച്ചും കൂടി എളുപ്പമാവാൻ കാരണം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ AI-യുടെ സഹായത്തോടു കൂടി ജനറ്റിക് പ്രൊഫൈൽ കറക്റ്റ് പഠിച്ചിട്ട് mRNA ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതുപോലത്തെ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡിയിലോട്ട് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ അതുവഴി നമ്മുടെ ശരീരത്തിനെ മനസ്സിലാക്കി കൊടുക്കും ഇങ്ങനെയാണ് ക്യാൻസർ കോശങ്ങൾ ഉണ്ടാകുക എന്ന്. അപ്പോൾ നമ്മളെ പ്രതിരോധ ശേഷിക്ക് മനസ്സിലാവുന്ന മാത്രമല്ല, ഇത്തരത്തിലുള്ള ക്യാൻസർ കോശങ്ങളെ എളുപ്പത്തിൽ തിരിച്ചറിയാനും അതിനെതിരെ പ്രവർത്തിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ വാക്സിനുകൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഒരാൾക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം മാത്രമേ ഈ വാക്സിനുകൾ എടുക്കുള്ളൂ.
വരത്തുള്ളൂ എന്ന്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാക്സിൻ അല്ല. അപ്പോൾ ആ തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്, അത് ഇതോടുകൂടി മാറ്റാം. ക്ലിനിക്കൽ ട്രയലും കൂടെ സക്സസ് ആയി കഴിഞ്ഞാൽ റഷ്യയിലെ ജനങ്ങളിലേക്ക് 2025 കൂടി തന്നെ ഇത് ഫ്രീ ആയിട്ട് എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ നമ്മളെ നാട്ടിലേക്കും ഇത് എത്തട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് സക്സസ് ആയാൽ ക്യാൻസർ ചികിത്സാ രംഗത്ത് തന്നെ വലിയൊരു മാറ്റത്തിനുള്ള തുടക്കമായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ ഈ അറിവിനെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.